ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2011 ഒരു ഹൊറർ സൈഫൈ സോംബി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സ്റ്റേറ്റ് ഓഫ് എമർജൻസി എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സോംബി ത്രില്ലർ മൂവീസ് ആർക്കൊക്കെയാണ് ഇഷ്ടം, അത് ഇനി നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ ഇതുപോലെയുള്ള മൂവീസ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ സ്റ്റോറിയെ പറ്റി അധികമായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇതിലറിയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുമ്പോൾ മലയുടെ മുകളിലൂടെയുള്ള റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. അങ്ങനെ കാറിൽ നിന്നും ആക്സിഡന്റ് സംഭവിച്ച് ഇറങ്ങുന്ന ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ജിം. അതേപോലെ തന്നെ ഹീറോയോടൊപ്പം അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള എമിലി ഉണ്ട്, അതാണ് ഹീറോയിൻ. അങ്ങനെ ഒരു മരത്തിൽ കൊണ്ടിടിച്ചിട്ട് എമിലിയെ താഴേക്ക് ഇറക്കുമ്പോഴത്തേക്കാണ് നോക്കുമ്പോൾ അവളുടെ വയറിൽ നല്ല മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഏയ്, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ, നിനക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, ഇത് ശരിയാക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ എമിലി പറയും എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നും പറഞ്ഞ്. ഇവരവിടെ ഇരിക്കുന്ന അതേ സമയം തന്നെ ഇവരുടെ മുകളിലൂടെ ഹെലികോപ്റ്ററുകളെല്ലാം ഒരുപാട് പറന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവളുടെ അടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ബോധം നഷ്ടപ്പെടുന്നു. അങ്ങനെ ജിം അവളെ നോക്കി കരഞ്ഞിട്ട് ഇപ്പൊ അവളെ പൊക്കിയെടുത്ത് അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവാണ്. അങ്ങനെ അടുത്തുള്ള ആ ഒരു പുൽമേടിലൂടെ ഓടുമ്പോഴത്തേക്കും കുറെ ദൂരെയായിട്ട് വിചിത്രമായിട്ടുള്ള ആളുകളെല്ലാം നിൽപ്പുണ്ട്. ഇത് കണ്ട ജിം കുറച്ചു നേരം അനങ്ങാതെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരാളും അതേപോലെ തന്നെ നിൽക്കാണ്. അങ്ങനെ അവളെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ജിം അവളെ പൊക്കിയെടുത്തിട്ട് പോവാണ്. അടുത്തായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ ഫാം കാണുന്നുണ്ട്. അങ്ങനെ എമിലി ആ ഒരു ഫാമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അതിനകത്ത് വെച്ച് അവളെ കിടത്തി അവിടുത്തെ ഡോറും അടയ്ക്കും. അങ്ങനെ അതിനകത്തെ ഒരു റൂമിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ടി വി ഉണ്ട്. അങ്ങനെ ടി വി ഓൺ ചെയ്തിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ ഒരു ടൗണിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുമ്പോഴത്തേക്കാണ് ടി വി ന്യൂസിലൂടെ പറയുന്നത് ഇന്ന് രാവിലെ 7:30 അടുത്തുള്ള വലിയൊരു കെമിക്കൽ ഫാക്ടറി ഉണ്ട്, അത് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പുക ഈ ടൗൺ മുഴുവനായിട്ടും പടർന്നു പിടിച്ചു. ഇത് തീവ്രവാദികൾ ചെയ്തതാണോ അതോ അപകടം അല്ലാതെ സംഭവിച്ചതാണോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ മിലിറ്ററി സഹായത്തിന് വേണ്ടിയിട്ട് ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ രക്ഷിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള ആളുകൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും ആ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർ തിരിച്ച് അവരെയും അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ കുറച്ചു നേരം ടി വി കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ചാനലും അവിടെ സ്റ്റോപ്പ് ആവാണ്, പിന്നൊന്നും കാണുന്നില്ല. അങ്ങനെ ജിമ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് എമിലിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ എമിലിയുടെ അവസ്ഥ വളരെ മോശമാവും. അങ്ങനെ അവളെ കുറച്ചു നേരം നോക്കിയിട്ട് അത് കഴിഞ്ഞ് അടുത്തുള്ള വലിയൊരു പെട്ടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കോടാലി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തുള്ള മറ്റൊരു മുറിയിൽ നിന്നും അവനൊരു തോക്കും കുറച്ച് ബുള്ളറ്റുകളും കിട്ടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചിട്ട് വീണ്ടും കുറെ നേരം കഴിഞ്ഞിട്ട് ആ ഒരു ടി വിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെ അറ്റാക്ക് നടക്കുന്നു. കൂടാതെ വെളിയിലാണെങ്കിലോ നല്ല രീതിയിൽ വെടിവെച്ചുകളെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ജിമ്മി അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയിലൂടെ ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്നത്. ഈ ശബ്ദം കേട്ട ജിമ്മി പെട്ടെന്ന് തന്നെ ആ ഒരു ഷെഡിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. ഓടി വന്ന് അവരുടെ സഹായത്തിനായിട്ട് വിളിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ അവരവിടെ നിന്ന് പറന്നു പോവാണ്. ഒരെണ്ണം പോലും അവനെ കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ജിമ്മി ഈ ഷെഡിന്റെ മുകളിലേക്ക് കയറിയിട്ട് അതിന്റെ മുകളിൽ പെയിന്റ് വെച്ച് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ എഴുതി വെക്കുന്നുണ്ട്. സോറി, അത് പെയിന്റ് അല്ല, വലിയ തടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ജിമ്മി അതിന്റെ മുകളിലിരിക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരവിടെ തന്നെ നിൽക്കാണ്. ജിമ്മി തന്റെ തോക്കിലൂടെ അവരെ നോക്കുമ്പോഴത്തേക്കും അവരനങ്ങുന്നില്ല, അവിടെ തന്നെ നിൽക്കാണ്. അങ്ങനെ ജിമ്മി നേരെ താഴേക്ക് ഇറങ്ങി ഇതിനകത്തേക്ക് കയറിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. വലിയ നല്ല രീതിയിൽ മഴയെല്ലാം പെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രി കാണിക്കുമ്പോഴാണ് ഇതിനകത്ത് ആരോ കയറിയതുപോലെ എന്തോ ശബ്ദം കേട്ട് ജിമ്മി തന്റെ തോക്കും എടുത്ത് അവൻ നേരെ ബാക്ക് ഡോറിനടുത്തേക്ക് വരുമ്പോൾ ആ ഡോർ തുറന്നു കിടക്കാണ്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവന് ഓർമ്മയില്ല. അങ്ങനെ അത് അടച്ചിട്ടിട്ട് വീണ്ടും അവൻ അകത്തേക്ക് തന്നെ പോവും. എന്നിട്ട് അകത്തേക്ക് വന്ന് ഓരോ കോർണറായിട്ട് പരിശോധിച്ച് നോക്കാണ് ആരെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ പിറകിൽ നിന്നും ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവസാനം ആ ഹാളിലുള്ള ലൈറ്റ് അങ്ങ് ഓൺ ചെയ്യുന്നതും ജിമ്മി ഇപ്പോൾ ഹലോ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ എമിലിയെ കിടത്തിരിക്കുന്ന ആ മുറിയിലേക്കും അവൻ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ആരെയും കാണുന്നില്ല. പക്ഷെ അവളുടെ ശരീരമാണെങ്കിലോ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നിട്ട് അടുത്തൊരു മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു പൂച്ചയായിരുന്നുള്ളത്. ഈ പൂച്ച സാറിനെ കൊണ്ട് തോറ്റു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നേരെ ഇതിലോട്ട് ചാടി. ഓക്കെ, അപ്പൊ അത് കാണുമ്പോഴത്തേക്കാണ് ജിമ്മിക്ക് കുറച്ച് സമാധാനമായിട്ട് അവനിപ്പോൾ അവിടെ നിന്നും തിരിച്ച് നടന്നു വരുന്നതും ആഹാ കാണിക്കുമ്പോൾ വേറൊന്നുമല്ല, താഴെ ചെളിയിൽ നിന്ന് കയറി വന്ന കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതും ഒരടുത്ത മുറിയിലേക്ക്. ഇതെന്തായാലും ഒരു പൂച്ചയല്ല എന്ന് പറഞ്ഞ് അവൻ തിരിയുന്നതും അവന്റെ മുകളിലേക്ക് വന്ന് വീഴുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് തെറിച്ച് ദൂരേക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് അസുഖം ബാധിച്ചൊരു സോംബി മനുഷ്യനാണ്. അങ്ങനെ ജിമ്മി അവനോട് ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തിൽ അവനെ തള്ളിക്കളഞ്ഞ് ഈ വീടിന്റെ മുകളിലേക്ക് ഓടിക്കയറും ഏണി വഴി. എന്നിട്ട് അവിടെ ഒളിച്ചു നിൽക്കുമ്പോൾ ആ സോംബി മനുഷ്യൻ താഴെ തന്നെ ഇങ്ങനെ നടക്കാണ്. ജിമ്മി ആണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്നതും കുറച്ച് ദൂരെയായിട്ട് തന്നെ അവന്റെ തോക്ക് കിടപ്പുണ്ട്. അപ്പൊ അതെടുക്കാന്ന് പറഞ്ഞ് മുകളിലൂടെ നടന്നു പോകുന്നതും പെട്ടെന്ന്
ആ തടിയിൽ ചവിട്ടുന്ന ശബ്ദം കേട്ട് ഈ സോംബി അവനെ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും പുറകെ വരുന്നു. അങ്ങനെ ഓടി വന്നിട്ട് ചെറിയൊരു ഗ്യാപ്പിലൂടെ താഴേക്ക് ചാടി ആ തോക്കം കയ്യിലെടുക്കും. എന്നിട്ട് ഈ സോംബിയെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കൊള്ളുന്നില്ല. ആ സോംബി ഓടി വരികയാണ്, അതും കുറച്ച് ദൂരെയായിട്ട്. അങ്ങനെ 2-3 തവണ അവൻ ട്രൈ ചെയ്ത അവസാനം ഈ സോംബി അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് ആ സോംബി അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ആകെ സമാധാനപ്പെട്ട് അവിടെ തന്നെ ഇരിക്കും. തന്റെ മുന്നിലാണെങ്കിലോ ഒരു മരിച്ച ആളുടെ ശരീരം കിടക്കുന്നു. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് അടുത്തുള്ള മുറിയിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്നു. ജിമ്മി ഓടി വന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഈ ഫാമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റോഡുണ്ട്. അതിനപ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഒരാൾ വിളിക്കുന്നത്. അതൊരു സർവൈവർ. ഞാൻ നിന്റെ ഫാമിൽ നിന്ന് ഇതുപോലെ ശബ്ദം കേട്ടു, നീ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വാ, ഇവിടെ സേഫ് ആണെന്ന് പറയുന്നതും ജിമ്മിയുടെ കൂടെ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. എന്നിട്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരാൻ പറയുമ്പോൾ ജിമ്മി അന്ന് രാത്രി തന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി തന്റെ തോക്കും ആ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആരും കാണാതെ ഈ ഫാമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് അതിനിടയിലൂടെ തന്നെ ഒളിച്ച് ഒരു വിധത്തിൽ ഓടി അടുത്തുള്ള ആ ഒരു വീടിനകത്തേക്ക് കയറുമ്പോൾ അതിനകത്തും ഒരുത്തനുണ്ട്. അവൻ ജിമ്മിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നീ എന്തായാലും ഭാഗ്യവാനാണ്, അവർ നിന്നെ കണ്ടില്ല എന്നും പറഞ്ഞ്. അപ്പൊ അവന്റെ പേര് സ്കോട്ട് എന്നാണ്. അവനെയും പരിചയപ്പെട്ട് ഇപ്പൊ അവിടെ നിന്നും അടുത്തൊരു മുറിക്കകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അത് വലിയൊരു ഹാള് പോലെ എന്തോ ഒരു സ്ഥലം, ഇതോ ഒരു ഫാമോ എന്തോ കാര്യമാണെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ മറ്റൊരു സ്ത്രീയുണ്ട്. സ്കോട്ട് അവളെ പരിചയപ്പെടുത്തി കൊടുക്കും. ജിം, ഇതാണ് എന്റെ ഭാര്യ ജൂലി. അപ്പോൾ സ്കോട്ട് പറയും സത്യത്തിൽ ഇതെന്റെ സുഹൃത്തിന്റെ സ്ഥലമാണ്, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വൈദ്യുതി ലഭിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് അടുത്തൊരു മുറിയിലേക്ക് വരുമ്പോഴാണ് താഴെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ ആ പെണ്ണിനെ കാണുമ്പോൾ സ്കോട്ട് പറയും അവളുടെ പേര് ഇക്സ്, പക്ഷെ അവളോട് നമ്മൾക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, അവളുടെ അടുത്തേക്ക് പോലും പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അതെന്തു പറ്റി, നിന്നെ പോലെ തന്നെയാണ് ഞങ്ങളും ഈ റോഡിന്റെ മറുവശത്ത് നിന്നാണ് ഈ പെണ്ണിനെ കണ്ടുപിടിച്ചത്. ആദ്യം അവളെ കാണുമ്പോൾ അസുഖം ബാധിച്ചവരിൽ ഒരാളാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ അവൾ നമ്മളോട് സംസാരിച്ചു, ഞങ്ങളോടൊപ്പം വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും നിനക്ക് അവളോട് സംസാരിക്കാൻ കഴിയും, കുറച്ച് കഴിഞ്ഞിട്ട് അവൾ എന്തായാലും നിന്റെ അടുത്തേക്ക് വരുമെന്നും പറഞ്ഞു. ഇപ്പോൾ ജിമ്മിന് അവർ കഴിക്കാനായിട്ട് ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോഴാണ് ജിമ്മ് കുറച്ച് നല്ല രീതിയിലുള്ള ആഹാരം തന്നെ കഴിക്കുന്നത്. അതുപോലെ രാത്രി ആകുമ്പോഴത്തേക്കും എക്സ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോട് ജിമ്മ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ തിരിച്ച് പ്രതികരിക്കുന്നൊന്നുമില്ല, അവൾ മൈൻഡ് പോലും ചെയ്യാതെ തിരിഞ്ഞു കിടക്കാണ്. അങ്ങനെ ഹീറോ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് ഇതിന് മുന്നേ അവന് സംഭവിച്ച ഒരു കാര്യം അവൻ സ്വപ്നം കാണുന്നു. എന്നത്തെയും പോലെ തന്നെ അവൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നു. അപ്പോൾ എമിലി അവന്റെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിച്ച് അവൻ എന്തോ ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ജിമ്മി വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും റോഡിൽ വയസ്സായിട്ടുള്ള സ്ത്രീ നിൽക്കാണ്. അത് ഇവരുടെ അയൽക്കാരിയാണ്. അതുപോലെ റോഡിലൂടെ പോലീസ് വണ്ടി പോകുന്നുണ്ട്, മുകളിലൂടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ആ സ്ത്രീ നമ്മുടെ ജിമ്മിയെ തിരിഞ്ഞു നോക്കുന്നതും അവരുടെ ഒരു കണ്ണ് കാണാനില്ല. ഇത് കണ്ട ജിമ്മി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും. അങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റിട്ട് ജിമ്മ് നേരെ അടുത്തുള്ള ആ ഒരു ജനാലയുടെ അടുത്തേക്ക് വന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് ഇതുപോലെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരാളുണ്ടല്ലോ, ഒരുപക്ഷെ അവര് ആ ഒരു വിഷവായു ശ്വസിച്ചിട്ട് സോംബികളായിട്ട് മാറിയതായിരിക്കാം. അതുപോലെയുള്ള ആളുകൾ വെളിയിൽ നിൽപ്പുണ്ട്, പക്ഷെ ഇപ്പോൾ ഒന്നിനെ കാണുന്നുള്ളൂ. അപ്പോൾ സ്കോട്ട് അവിടേക്ക് വന്നിട്ട് ചില സമയങ്ങളിൽ അധികം ആളുകളെ കാണാറുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും നമുക്കറിയാവുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല അവരെല്ലാം എന്തുകൊണ്ടാണ് ഇതുപോലെയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം എനിക്കും ജൂലിക്ക് അറിയത്തില്ല, ഞങ്ങൾ തന്നെ പരസ്പരം ചോദിച്ചിരുന്നു, പക്ഷെ അറിയത്തില്ല. പക്ഷെ അവർക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ അടുത്തുള്ളൊരു വീട്ടിലെ ശബ്ദം കേട്ട് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പച്ചയ്ക്ക് തിന്നുന്നു, അതാണ് ഞാൻ കണ്ടത്. അതിനുശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് മാറിയതെന്നും സ്കോട്ട് അവനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർ താമസിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതിന് മുകളിലും ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വലിയതായിട്ട് എഴുതി വെക്കുന്നുണ്ട്. കാരണം പട്ടാളക്കാരെല്ലാം കണ്ടിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ജിമ്മിയും സ്കോട്ടും ആരും കാണാതെ അടുത്തുള്ള വീടുകളിലേക്ക് പോയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഈ വട്ടവും സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മി എക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾക്കൊരു കാര്യം ഇങ്ങനെ കൊടുക്കാനായിട്ട് വരുമ്പോൾ അവൾ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടക്കുന്നു. അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എന്നെ വെറുതെ വിടാൻ പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടക്കുന്നതും ജിം ഇവിടേക്ക് വന്നിരുന്ന് ഒരു ചോക്ലേറ്റ് ബാർ എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്നതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ഇത് നീ എവിടുന്നാ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഈ മുറിയിൽ നിന്നും. ഏയ് അത് എന്റേതാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കൊണ്ടങ്ങ് പോവാണ്. അതേസമയം TV ന്യൂസിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കറക്റ്റ് കാര്യം പറയുന്നുണ്ട്. ആ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള പുകയിലെ ഒരു പ്രത്യേകതരം വൈറസ് ഉണ്ടായിരുന്നു, അത് ബാധിച്ചിട്ടാണ് ഈ മനുഷ്യരെല്ലാം ഇതുപോലെ ആയതെന്ന്. അപ്പോഴാണ് ജിമ്മ് ഇവിടെയുള്ള ഒരു വലിയ മാപ്പ് എടുത്ത് കണ്ടുപിടിച്ചിട്ട് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഫാക്ടറി ഉണ്ടല്ലോ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് അതൊരു കെമിക്കൽ പ്ലാന്റ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. അതുമല്ല അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ആ ഫാക്ടറി പൂട്ടിയതാണ്. ഒരുപക്ഷെ അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് അടച്ചിട്ടുണ്ടാകത്തില്ല, അതുകൊണ്ടായിരിക്കാം ഈ പൊട്ടിത്തെറിയെല്ലാം സംഭവിച്ചത്. അപ്പോൾ സ്കോട്ട് തന്റെ സ്നൈപ്പറിലൂടെ നോക്കുമ്പോൾ ദൂരെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിന് കുറച്ച് താഴെയായിട്ട് തന്നെ ഇതുപോലെ ആ ഒരു വൈറസ് ബാധിച്ച മനുഷ്യൻ നിൽപ്പുണ്ട്. പക്ഷെ ഇവരെങ്ങനെയാണ് ഇതിന് ചുറ്റും വരുന്നതെന്ന് മാത്രമേ ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവർ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ചുറ്റുമായിട്ടും
ഈ സോംബി മനുഷ്യരുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജിമ്മി വളരെ കൂളായിട്ട് നിന്നിട്ട് നമുക്ക് അതിനു മുന്നേ ഇതിന് ചുറ്റി എത്ര പേര് ഇതുപോലെ നിൽപ്പുണ്ടെന്ന് കണ്ടുപിടിക്കാം. ആ സമയം കൊണ്ട് ചിലപ്പോൾ മിലിറ്ററി ഈ ടൗൺ വൃത്തിയാക്കാണ്ട് സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതിന് മുകളിലേക്ക് കയറി കിടന്ന് ആ ഒരു സ്നൈപ്പറും ഇവരുടെ ബൈനോക്കുലറും വെച്ചിട്ട് ഇതിന് ചുറ്റുമായിട്ടും ഈ ഒരു സോംബി മനുഷ്യരുണ്ടല്ലോ അവരെവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, എത്ര പേരുണ്ട് എന്നുള്ള കാര്യം ഇവർ നോക്കാണ്. എന്നിട്ട് അത് നോട്ടും ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാവുന്നതും എക്സ് എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ അവളിപ്പോൾ രാത്രിയിൽ എഴുന്നേറ്റിട്ട് അവിടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മി മുകളിലിരിക്കുന്നതായിട്ട് കാണും. അതുമല്ല ജിമ്മി ആണെങ്കിലോ എമിലിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കാണ്. അപ്പോൾ എമിലി എന്തായാലും മരണപ്പെട്ടു. എമിലിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ആ പെണ്ണ് അടുത്തേക്ക് വന്നിരുന്ന് ജിമ്മിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് പതിയെ അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ അവളും കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് മനസ്സിലാവുന്നത് ആ പെണ്ണിന്റെ പേര് നയൻ എന്നാണ്. അതുപോലെ നയൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നതെന്നുള്ള കാരണം പറയുമ്പോൾ അവൾ കുട്ടിക്കാലം മുതൽ തന്നെ ഇങ്ങനെയായിരുന്നു. സ്കൂളിലും വലിയ സുഹൃത്തുക്കളില്ല, വീട്ടിലും അവൾ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല, അവളുടെ പേരൻസ് അവളെ വലിയ രീതിയിൽ നോക്കാറില്ല. ഇതെല്ലാം കാരണമാണ് അവൾ ആരോടും സംസാരിക്കാത്തത്. അതുപോലെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് പുറത്തു വന്നതിന് ശേഷം അവളുടെ പേരൻസിന് ഈ അസുഖം ബാധിച്ചിട്ട് അവർ പരസ്പരം അവരെ കൊല്ലുമായിരുന്നു. അതുപോലെ എൻ്റെ മാതാപിതാക്കൾ മരിക്കുന്നതിന് മുന്നേ ഞാൻ അവരോട് അധികം മിണ്ടത്തില്ലായിരുന്നു. അവർക്ക് മരിക്കുന്ന ആ സമയത്ത് പോലും എനിക്ക് അവരോട് ക്ഷമ ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. അവൾ കരയുമ്പോഴത്തേക്കും ജിമ്മി നേരെ അവളുടെ അടുത്തേക്ക് വന്നിരിക്കും. എന്നിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഏയ് ഇപ്പൊ നിനക്ക് കുറച്ച് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇത്രയും കാര്യങ്ങൾ അവനോട് സംസാരിച്ചത് കൊണ്ടാണ് അവളുടെ ഉള്ളിലെ ആ ഒരു ഭാരം കുറച്ച് കുറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും ഇരിക്കുമ്പോൾ താഴെ ആരോ വെടിവെക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സ്കോട്ടും ജൂലി അവിടെ നിൽപ്പുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഷെഡിന് വെളിയിലായിട്ട് ആരോ ഒരാൾ വന്ന് ഡോറിൽ തട്ടുന്നു എന്നാണ് അവൻ പറയുന്നത്. ഇതുകൂടിയാവുന്നതും ആ രണ്ട് സ്ത്രീകളോടും അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തോക്കും കൊണ്ട് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സ്കോട്ട് പതിയെ ആ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു വയസ്സായുള്ള സ്ത്രീ അവർ വെളിയിൽ നിന്നിട്ട് ഇവരോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. പ്ലീസ് നിങ്ങൾ ഈ ഡോർ തുറക്കണം, എൻ്റെ മകൾ അകത്തുണ്ടോ ഇല്ലയെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, പ്ലീസ് നിങ്ങൾ ഡോർ തുറക്കാൻ പറഞ്ഞ് അവർ കരയുമ്പോൾ സ്കോട്ട് പറയും അവരകത്തേക്ക് കയറ്റണമെന്ന് ചോദിക്കുമ്പോൾ ജിമ്മി പറയും ഒരു നിമിഷം നിൽക്ക് എന്നും പറഞ്ഞ് ഒരു തവണ കൂടി അവരെവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്കെന്തോ സംശയമുണ്ട്, അവരകത്തേക്ക് ഇപ്പോൾ വിടണ്ട എന്നും പറഞ്ഞിട്ട് സ്കോട്ടിന്റെ കയ്യിൽ നിന്നും ടോർച്ച് വാങ്ങി നേരെ അവരുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ കണ്ണ് രണ്ട് ചുവന്നിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്കും ആ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കി എന്നെ അകത്തേക്ക് വിടാൻ പറയുന്നതും ഇവർ ഒരുപാട് തവണ പറഞ്ഞ് അവസാനം അവരെ ഷൂട്ട് ചെയ്തും കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ ഇപ്പൊ TV-യിൽ പുതിയ ന്യൂസ് കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് ഇതുപോലെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് മിലിറ്ററിയെ അകത്തേക്ക് അയച്ചിട്ടുണ്ട്. അവർ നഗരം മുഴുവനായിട്ടും പതിയെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല രക്ഷപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുന്നെന്ന് പറയുന്നത് നയൻ വന്നിട്ട് ഈ കാര്യം ജിമ്മിയോട് പറയും. അപ്പോൾ ജിമ്മി പറയും അതെന്തായാലും നല്ല കാര്യമാണെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ TV-യിൽ മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സർവൈവ് ചെയ്ത് ജീവിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അത് ഹെലികോപ്റ്ററിലും വിമാനത്തിലും വന്ന് താഴേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളുകൾ കൂടി രക്ഷപ്പെട്ട് നിൽക്കുന്നവർക്ക് അവിടെ താമസിക്കാൻ കഴിയും. ഇവരുടെ രക്ഷാദൗത്യവും പതിയെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത്രയും ദിവസം ബാക്കിയുള്ളവർക്ക് കഴിയണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോഴാണ് നയൻ അവളുടെ ബാഗിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ചോക്ലേറ്റ് ബാറുകൾ തീർന്നുപോയി. ഇതുകൂടിയാവുന്നതും അവൾക്ക് എന്തോ ടെൻഷനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ജിമ്മി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൾ പറയും ഇല്ല ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കോട്ട് ജിമ്മിയെ വിളിക്കുകയാണ്. ജിമ്മി ഓടി സ്കോട്ടിനടുത്തേക്ക് വരുമ്പോൾ സ്കോട്ട് ഒരു റേഡിയോ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചിട്ട് ഒരു റേഡിയോയിൽ എന്തോ ശബ്ദം കേൾക്കുന്നു, ആരും ഇവരോട് സംസാരിക്കുന്നത് പോലെ. ഇത് കുറച്ചു നേരമായി കേൾക്കുന്നു എന്ന് പറയുന്നതും എന്താന്ന് വെച്ചാലേ ഇവർ നിൽക്കുന്നതിന് വെളിയിലൂടെ ഇപ്പോൾ ഹെലികോപ്റ്ററുകളും പ്ലെയിനുകളും ഇങ്ങനെ പറന്നു പോവാണ്. അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണിത്. അങ്ങനെ ഇത് മനസ്സിലാക്കി സ്കോട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അവരോട് സഹായം ചോദിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഈ ഒരു ഷെഡിന്റെ ഡോർ തുറന്ന് വെളിയിലേക്ക് വരും. എന്നിട്ട് ഏയ് ഹലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കാണ്. പക്ഷെ ഇവിടെയാണ് സ്കോട്ട് മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം. മനസ്സിലാക്കാത്തതല്ല, അവ ശ്രദ്ധിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ കുറച്ച് ദൂരെയായിട്ട് ഈ അസുഖം ബാധിച്ച സോംബി മനുഷ്യൻ നിൽപ്പുണ്ടല്ലോ, അവൻ നമ്മുടെ സ്കോട്ടിനെ കാണുന്നു, ഈ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ആ സോംബി മനുഷ്യൻ ഓടി വന്നിട്ട് നമ്മുടെ സ്കോട്ടിനെ പിടിക്കും. പക്ഷെ അവനെ കടിക്കുന്നില്ല. അതിനു മുന്നേ തന്നെ നമ്മുടെ ജിമ്മ് വെളിയിലേക്ക് വന്നിട്ട് ഒരു തടി എടുത്തുകൊണ്ട് വന്ന് ആ മനുഷ്യനെ ഒരു ഒറ്റയടി. പക്ഷേ അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് ജിമ്മിയെ തട്ടി അങ്ങ് താഴേക്കിടും. ജിമ്മി താഴെ വീഴുന്നതും അപ്പോഴാണ് ജിമ്മി ആലോചിക്കുന്നത് അവന്റെ കയ്യിലൊരു കോടാലിയുണ്ട്. അത് പെട്ടെന്ന് ഊരിയെടുത്ത് നേരെ പുറകിലൂടെ വന്ന് അതിന്റെ മുതുകിലേക്ക് ഒരു ഒറ്റ വിട്ട് എന്നിട്ട് നമ്മുടെ സ്കോട്ടിനെയും പിടിച്ച് രണ്ടുപേരും ഓടി അതിനകത്തേക്ക് തന്നെ കയറാണ്. അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിമ്മ് സ്കോട്ടിനെ പിടിച്ചൊരു ഒറ്റ തള്ളി. എന്നിട്ട് പറയും നിനക്കെന്താ ശ്രദ്ധിച്ച് പുറത്ത് പോയിക്കൂടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ ഇപ്പോൾ പോയേനെ എന്ന് പറഞ്ഞ് അവന് വഴക്ക് പറഞ്ഞാണ് ഉള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ രണ്ടുപേരും നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ നയൻ നേരെ വെളിയിലേക്ക് വന്നിട്ട് ഇവരെ നോക്കുന്നതും പെട്ടെന്ന് അവൾ മയങ്ങി താഴേക്ക് വന്ന് വീഴാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഓടി വന്ന് നയനെ പിടിക്കുമ്പോൾ അവൾ അനങ്ങുന്നില്ല. അപ്പോഴാണ് ജിമ്മി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറിപ്പോയിട്ട് അവളുടെ ബാഗ് പരിശോധിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അതിന് മരുന്നില്ല. ഇതിലൂടെ മനസ്സിലാവും അവൾക്ക് ഡയബറ്റിക് ഉണ്ടെന്ന്. അതുമല്ല ഉടനെ തന്നെ ഇവർക്ക് ഇപ്പോൾ മരുന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ അവസ്ഥയും മോശമാവും. അതുമല്ല അടുത്തുള്ള ഫാർമസി ആണെങ്കിലോ
കുറച്ച് ദൂരെയായിട്ടാണ്. ഈ വൈറസ് ബാധിച്ച മനുഷ്യരെ കടന്ന് എങ്ങനെ ആ ഒരു ഫാർമസിയിലേക്ക് പോയിട്ട് മരുന്നെടുത്തോണ്ട് വരും? അതും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കോട്ട് ഇപ്പോ ഈ മിലിറ്ററി ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്തല്ലോ, അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ ആ ഒരു ബോക്സിൽ ഇൻസുലിൻ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുമെങ്കിലോ. പക്ഷെ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഇൻസുലിൻ അതിനകത്തുണ്ടെന്ന്. ഫുഡും വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും ജിമ്മിക്ക് ഇപ്പൊ അതിനടുത്തേക്ക് പോയേ മതിയാവും. ഇവിടെ നിന്ന് അവിടേക്ക് പോകാൻ തന്നെ 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അങ്ങനെ ജിമ്മി ആ ഒരു മാപ്പ് എടുത്ത് അതിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്നിവർ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ. അതുപോലെ നയൻ ഇനിയിപ്പോൾ ഇവരുടെ കൺമുന്നിൽ വെച്ച് മരിക്കുന്നത് കാണാനായിട്ടും ഇവരെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ ജിമ്മിയും സ്കോട്ടും വെളിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കാണ്. ഇതിൽ സ്കോട്ടാണെങ്കിലോ ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി കിടന്ന് തന്റെ കയ്യിലുള്ള സ്നൈപ്പർ വെച്ചിട്ട് അവനെ കാണാൻ പറ്റുന്ന സോംബികളെല്ലാം തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ 1-2 പേരെ അവൻ ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷം നമ്മുടെ ജിമ്മി ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങും. അപ്പോൾ സ്കോട്ട് സിഗ്നൽ നൽകുന്നതനുസരിച്ച് ജിമ്മി അവിടെ നിന്ന് ഓടും. അപ്പൊ കുറെ ദൂരം വരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ സ്കോട്ട് ആ ഒരു സ്നൈപ്പറിന്റെ പരിധിക്കുള്ളിൽ ജിമ്മി എന്തായാലും സേഫ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അങ്ങനെ ജിമ്മി കുറെ ദൂരം ഓടിയിട്ട് അവസാനം മിലിറ്ററി ഡ്രോപ്പ് ചെയ്ത ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് ജിമ്മി കണ്ടുപിടിക്കും. ഓടി വന്ന അതിന്റെ മെഡിക്കൽ ബോക്സ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇൻസുലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ അത് ബാഗിലേക്ക് എടുത്ത് വിട്ട് ബാക്കി സാധനങ്ങളെല്ലാം ബാഗിലേക്ക് എടുത്ത് വെക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ആ ഒരു വൈറസ് ബാധിച്ച മനുഷ്യരുണ്ടല്ലോ അയാൾ നടന്നു പോകുന്നു. പക്ഷെ എന്തോ നമ്മുടെ ജിമ്മി അവിടെ അനങ്ങാതെ തന്നെ ഇരിക്കും. അതുകൊണ്ട് അയാൾ അത് കാണത്തില്ല. എന്നിട്ട് ആ ഒരാൾ അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അങ്ങനെ ആ സോംബി അവിടെ നിന്ന് നടന്നു പോകുന്നതും ജിമ്മാണെങ്കിൽ കുറച്ച് സമാധാനപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സ്കോട്ട് പെട്ടെന്ന് ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടല്ലോ അതുവഴി സംസാരിക്കുന്നതും ഇതിലെ ശബ്ദം ആ സോംബി കേൾക്കും. അങ്ങനെ ഇത് അവന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും ജിം എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു തോക്കെടുത്ത് അത് ലോഡ് ചെയ്യാണ്. എന്നിട്ട് ലോഡ് ചെയ്ത് എയിം ചെയ്ത് തലയിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ കൊള്ളുന്നതോ അതിന്റെ കാലിലേക്ക്. അതിപ്പോഴും അവിടെ നിന്ന് നിൽക്കാതെ ഓടി വന്ന് പെട്ടെന്ന് താഴേക്ക് വീഴും. അത് മരിച്ചിട്ടില്ല, അതിനിപ്പോഴും ജീവനുണ്ട്. അതുമല്ല അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മിന് എന്തോ അതൊരു മനുഷ്യനായതുകൊണ്ട് കൊല്ലാനായിട്ട് തോന്നില്ല. അപ്പോഴാണ് സ്കോട്ട് പറഞ്ഞ ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവർ ഒരിക്കലും ഇനി മുതൽ മനുഷ്യരല്ലാന്ന്. അങ്ങനെ അതിന്റെ തലയിലേക്ക് തോക്ക് വെച്ച് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ വെയർ ഹൗസിലേക്ക് ജിമ്മ് തിരിച്ചു വന്നിട്ട് നയൻ ആ ഒരു ഇൻസുലിൻ കൊടുക്കുന്നതും അവൾക്കിപ്പോൾ കുഴപ്പമില്ല, അവൾ കണ്ണു തുറക്കുന്നുണ്ട്. പക്ഷേ അവൾ ഭയങ്കര വീക്കാണ്. അങ്ങനെ കുറച്ചു നേരം അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ജിമ്മി അവിടെ നിന്നും ആ ഒരു വെയർ ഹൗസിനുള്ളിലൂടെ കുറെ ദൂരം നടന്നു പോകും. അങ്ങനെ അവൻ നടന്നു പോകുമ്പോഴാണ് കുറച്ച് ദൂരെ നിന്നും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അവൻ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഈ വെയർ ഹൗസിന് അടിയിലായിട്ട് എന്തോ ഒരു വലിയ കുഴിയുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ മൂടി തുറന്നിരിക്കുന്നു. അതുമല്ല അതിൽ നിന്നും ആരോ അകത്തേക്ക് നടന്നു പോയതുപോലെ കാൽപ്പാടും കാണുന്നുണ്ട്. അപ്പോൾ ജിമ്മി ടോർച്ച് ആ വശത്തേക്ക് അടിച്ചിങ്ങനെ നോക്കുന്നതും ഒന്നും കാണുന്നില്ല. അതേസമയം സ്കോട്ട് കിടക്കുന്ന ആ ഒരു മുറിയിലൂടെ ആരോ നടന്നു പോകുമ്പോഴത്തേക്ക് സ്കോട്ട് പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഇനിയിപ്പോ ജിമ്മി ആയിരിക്കും വരുന്നതെന്നും പറഞ്ഞ് പെട്ടെന്ന് ഹേ ജിമ്മി നീ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുന്നതും അത് വേറെ ആരുമല്ല, ആ ഒരു വൈറസ് ബാധിച്ച മനുഷ്യനായിരുന്നു. അങ്ങനെ ഇത് ഓടി വന്നിട്ട് നമ്മുടെ സ്കോട്ടിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ മുകളിലേക്ക് ചാടി വീഴുന്നതും ഈ ശബ്ദം കേട്ട് ജിമ്മ് പെട്ടെന്ന് തന്നെ പുറകിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജിമ്മ് അതിനെ അടിച്ചു കളഞ്ഞ് അവൻ കിടക്കുന്ന ആ ഒരു കട്ടിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതിനങ്ങനെ മറിച്ചിടും. എന്നിട്ട് ഇവരെല്ലാവരും ആ വെയർ ഹൗസിന്റെ ഓഫീസിനകത്തേക്ക് ഓടിക്കയറാണ്. ജിമ്മാണെങ്കിലോ താഴെ കിടക്കുന്ന നയനെ പൊക്കിയെടുത്താണ് അതിനകത്തേക്ക് ഓടുന്നത്. അങ്ങനെ എല്ലാവരും അതിനകത്തേക്ക് കയറി ഡോർ അടച്ച് ഇതിന് മുകളിലേക്ക് കയറി വരും. അപ്പോൾ നമ്മുടെ ജിമ്മാണെങ്കിലും മുകളിൽ ഇരുന്നിട്ട് തോക്കും കൊണ്ട് എയിം ചെയ്തിരിക്കും. കുറെ നേരം കഴിയുമ്പോഴത്തേക്കാണ് ഡോർ തുറന്ന് ആ വൈറസ് ബാധിച്ച മനുഷ്യൻ അകത്തേക്ക് കയറി വരുമ്പോൾ ജിം ഒന്നും നോക്കത്തില്ല, അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരെ ഇവർ ആ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം വരെ നമ്മുടെ ജിമ്മ് ഉറങ്ങാതെ തന്നെ അവിടെ ഇരിക്കുന്നു. രാവിലെ ആകുമ്പോഴത്തേക്കാണ് സ്കോട്ട് എഴുന്നേക്കുമ്പോൾ വെളിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ജിമ്മാണ് ആദ്യം ആ തോക്കും കൊണ്ട് താഴേക്ക് ഇറങ്ങുന്നത്. പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി വന്ന് ഇതെവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അറിയാൻ വേണ്ടി ആ വെയർ ഹൗസിന്റെ വെളിയിലേക്ക് വരുന്നതും പെട്ടെന്ന് ഡോറിന് മുന്നിലേക്ക് വരുമ്പോൾ അവിടെ 3 പട്ടാളക്കാർ നിൽക്കുന്നു. ഇവരെ കാണുന്നത് ജിമ്മ് പെട്ടെന്ന് തോക്ക് താഴേക്ക് ഇടുമ്പോൾ അവർ ചോദിക്കും ഹേയ് എന്തെങ്കിലും പറയാനായിട്ട് ഇങ്ങനെ പറയുന്നതും ജിമ്മ് ഹായ് എന്ന് പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ജിമ്മ് കണ്ണു തുറക്കുന്നത് അവനിപ്പോ ബോധം പോയിട്ട് കണ്ണു തുറക്കുന്ന പോലെയാണ്. അതുപോലെ അവൻ എവിടേക്കോ കൊണ്ടുപോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു റൂമിനകത്ത് അവൻ ഇരുത്തിയിട്ട് അവൻ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മിലിറ്ററി ഓഫീസർ ഇപ്പുറത്തിരുന്ന് ഇവർ ആ ഒരു ബോക്സ് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് താഴേക്ക് ഇടുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ട്രാക്കിംഗ് ഡിവൈസും അവർ ഘടിപ്പിച്ചു തന്നു. അപ്പൊ ഇതറിയാതെയാണ് നമ്മുടെ ജിമ്മി വന്നിട്ട് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും അപ്പൊ ആ സ്ഥലത്ത് മനുഷ്യരുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ട് അവരെവിടേക്ക് വരുന്നതും. അപ്പോൾ പട്ടാളക്കാർ അത്രയും പെട്ടെന്ന് ഇവിടേക്ക് വന്നതുകൊണ്ടാണ് ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ജിമ്മിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് മനസ്സിലാക്കി ജിമ്മിയെ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ജിമ്മി പുറത്തേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവർ എവിടെയാണെന്ന് നോക്കുന്നതും സ്കോട്ടും അവന്റെ ഭാര്യ ജൂലി ഉണ്ടല്ലോ അവൾക്കും കുഴപ്പമൊന്നും സംഭവിച്ചില്ല. രണ്ടുപേരും ഓടി വന്നിട്ട് നമ്മുടെ ജിമ്മിയെ കെട്ടിപ്പിടിക്കും. അതേസമയം നയനാണെങ്കിലോ അവളെ സ്പെഷ്യലായിട്ട് ഒരു റൂമിനകത്ത് വെച്ച് അവളെ ചികിത്സിക്കുന്നുണ്ട്. അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നയൻ അവളുടെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഇവര് സർവൈവ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെല്ലാവരും ഈ സ്ഥലത്തുണ്ട്. എന്താന്ന് വെച്ചാല്
ആ ഗ്യാസ് പുറത്തേക്ക് വന്നതോടെ ഒരുപാട് പേര് അത് ശ്വസിച്ചിട്ട് അവർക്കെല്ലാവർക്കും ഈ ഒരു വൈറസ് ബാധിച്ചു. അതിൽ നിന്നും രക്ഷപ്പെട്ടവരാണെങ്കിൽ മിലിറ്ററി എല്ലാം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവരെല്ലാവരും ഇവിടെ താമസിക്കുകയാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാൻ. അതുവരെയും ബൈ.